ഞാനതങ്ങ് മറന്നു. ജോണിച്ചാനെ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ജോണിച്ചാനോ? മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ നിന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു. എന്തോന്നാ? നല്ല കൊച്ചാണ്, ആനി എന്ന പേര് എന്നൊക്കെ. എങ്കിൽ ആ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി. ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട്. നിങ്ങൾ എവിടെ പോവാ? പള്ളിയിലോട്ട് അച്ചായ. ഇന്ന് ഞായറാഴ്ച അല്ലയോ? ആ പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആഴ്ചയും പക്കൊന്നും അറിയത്തില്ലെന്നേ. ഈ ചെറുക്കന് താഴോട്ട് ഇറക്ക ചായ. അവനങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ. അവൻ സൂയിക്കട്ടടി, അവൻ എന്റെ ചെറുക്കനല്ലയോ. അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച. എന്നാത്തിനാ എന്റെ തോളേ കയറി ഇരിക്കാൻ പറ്റാത്തേനോ? ആന്നോടി, നിനക്ക് ഇരിക്കണോടി? ഈ ചെറുക്കന് അടിയുടെ കുറവാ. ഓ പിന്നെ ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല്ലേ. ഈ കൊച്ചന്റെ മൂങ്ങാ പോലെ ഇരിക്കുന്നേ വേണ്ടത്തില്ലയോ? അയ്യോ ഇതെല്ലാം കേട്ടോ എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് വരെ വെയിച്ചു പോയല്ലോ. ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ചാ വലിയ ജീവനാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് നിന്നോന്ന് ഇവക്ക് പിടിച്ചിട്ടില്ല. നീ കൊച്ചേ, നിന്നെക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ. ഒരു വ്യത്യാസമുള്ളൂ, നീ വളർത്തുന്നു, ഞാൻ തിന്നുന്നു. വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ. ഞാൻ ആരുടെ കൊച്ചൊന്നുമല്ല. പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നാന്നോ? കെറിവിക്കാതിരി മോളെ. ഒരു കാര്യം മനസ്സിലാക്ക, ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്നു വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ. എങ്കിതാ പോകുന്ന പട്ടി പിടിച്ചങ്ങ് തിന്നും. ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട്. മോക്കറിയോ, മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ്. കുറച്ച് സംഘടിപ്പിക്കട്ടോ. ഡ്രൈവറെ, നേരം കുറയായി, വണ്ടി വിടാൻ നോക്ക്. തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ. ഓ തങ്കപ്പ ചേട്ടോ, ആ വരുന്ന ആളെ കണ്ടോ? ആരാടാ? ചേട്ടന്റെ തല പൊളിച്ചവൻ. നേരാണോ? അവൻ തന്നെയാണോ? അമ്മണ്ണ ഞാൻ പാത്തൻ. നീ എവിടുത്തുകാരനാടാ തെണ്ടി? നീ എന്തിനാ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത്? അത് നീയായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അല്ലേ കൊച്ചനെ, ഞങ്ങൾ ഞായറാഴ്ചയിട്ട് പള്ളി പോവുക. ചുമ്മാ മെനക്കെടുത്തല്ലേ. ഇപ്പോഴത്തേക്ക് ഇത്രയും പോരായോ? ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ വന്നേച്ചാ മതി. ഇപ്പൊ പോ. ഓടാ ഓടാ.
ഒരു തല്ല് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് പതിവാ. പച്ചമുട്ടയും സോഡയും കുടിക്കും. എന്നിട്ട് ഒരൊറ്റ ഓട്ടവാ. തന്തിവേദന നേർക്കിട്ട് പിന്നെ ഉണ്ടാകുകയില്ല. വാ, പള്ളി പോകാൻ നേരായി. ഇവിടെ എത്ര മണിക്കാ കുർബാന? 10 മണിക്ക്. ആ എന്നാ വാ, വാടാ. ആ വാ വാ. ഈ സോനുവിനെ തോളയിലിരുത്തിയ വല്യമ്മച്ചി അയാള് 3 പേരെ തല്ലിയത്, അത് ഒറ്റ കൈകൊണ്ട്. വല്യപ്പച്ചൻ ആരാന്ന് അറിഞ്ഞിരുന്നേലേ അവന്മാർ തല്ലാൻ വരത്തില്ലായിരുന്നു. വല്യപ്പച്ചൻ ആരാ? ഭയങ്കര റൗഡിയാ, തല്ലാൻ പോവില്ല ജോലി. ആണോ? അങ്ങനെ വരട്ടെ. നിന്റെ അമ്മച്ചി പറഞ്ഞതേ പാർട്ടിക്കാരനാന്നാ. അമ്മച്ചി, വല്യപ്പച്ചൻ റൗഡിയല്ലേ? റൗഡിയോ? ചുമ്മാരിയടാ. തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി. ചേച്ചി ഞങ്ങളോട് നുണ പറയായിരുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല ആനി. പാർട്ടി പ്രവർത്തനമാകുമ്പോ ഇച്ചിരി തല്ലും ബഹളവും ഒക്കെ കാണുമല്ലോ. അല്ലാതെ ഒന്നുമല്ല, കൊറസാന്റെ കുണ്ടയാ വല്യപ്പച്ചൻ. ഈ ചെറുക്കൻ. അപ്പൊ തല്ലു മാത്രല്ല, ആൾക്കാരെ കൊന്നും കാണും. എന്റെ വല്യമ്മച്ചി, പാർട്ടി പ്രസിഡന്റ് കോരസാറെന്ന് പറഞ്ഞ ചാണ്ടിച്ചാൻ വലിയ ജീവനാ. അങ്ങേര് ചാടാൻ പറഞ്ഞാ ചാടും, ഓടാൻ പറഞ്ഞാ ഓടും, തല്ലാൻ പറഞ്ഞാ തല്ലും. കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല. ആരെ കൊല്ലുന്ന കാര്യമാ പറയുന്നേ? അത് ഇച്ചായ ചുമ്മാ വേറെ. കൊന്നു കഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാതെ നീ ഇവിടെ വന്നിരുന്ന് പുന്നാരം പറയുവന്നു. ഞാനേ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ആ സ്ഥലത്ത് അപ്പടി പാറയാ. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന കാര്യം പ്രയാസമാ. ആ നമുക്ക് നോക്കാം. മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല, അതുറപ്പാ. ബ്രില്യന്റ്. എന്നയ്യ ഇപ്പൊ തരാടോ. ഇത്രയും ബഹുമാനപ്പെട്ട കോരസാറിന് അനിയച്ചാരുടെ കാല് പോക്ക. ഒരു 2 മാസമെങ്കിലും കിടന്നേ വെക്കൂ എന്നാ തോന്നുന്നത്. മരുന്ന് വെച്ച് പാറ പൊട്ടിക്കാൻ നോക്കി, പൊട്ടിയത് അവന്റെ കാലിന്റെ അല്ല. എന്നാ ചെയ്യാന്? കൃഷി വല്ല ഉടനെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും മോനും കുടിവെള്ളം ഇല്ലാതെ ചാകുമെന്നുള്ള സ്ഥിതിയാ. അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കുക. പിന്നെ നമ്മുടെ ആൻ്റപ്പനും കുട്ടപ്പായും മൊയ്തീനും അവിടെ എന്നാടുക്കുക. അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നേല് ഞങ്ങൾക്കൊരു സഹായമായനെ. ഒക്കുമെങ്കിൽ വട്ടച്ചെലവിനൊരു 10,000 രൂപയും കൂടെ കൊടുത്തയച്ചാൽ വലിയ ഉപകാരം. ഇന്ന് സ്വന്തം ചാണ്ടിക്കുഞ്ഞ്. ഇതെന്തോന്ന് കാണിക്കാണ്ടപ്പാ? ആ പലക ഇവിടെ ഇട്. ഇവിടെയോ? ആ മതിയോ? ചാണ്ടിക്കൈ മാറി നില്ല, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ആ ഇനി വെള്ളം എടുക്കാം. അതിന് വെള്ളം എടുക്കാൻ പാത്രങ്ങളെവിടെ? പാത്രമല്ലേ കിടക്കുന്നേ? പാത്രങ്ങൾ ഈ വീട്ടുകാരല്ലേ, അവരോട് ചോദിക്കണ്ടേ? എന്നാത്തിനാടാ? നമ്മുടെ നാട്ടിലിപ്പോ സോഷ്യലിസം അല്ലയോ? അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം എന്നുള്ള വേറെതിൽ കൊണ്ടുവിടാൻ മൊയ്തീനെ. അത് ശരി, അത് ഞാൻ ആലോചിച്ചില്ല. നീളത്തിൽ ഇടണ കണക്കിൽ ഇടന്ന് ഞാൻ തീരുമാനിച്ചു. നോക്കി പിടിയുടെ ആരുണ്ടാവും ഇവിടെ ആരുമില്ല. ആരല്ലടാ, തെങ്ങിന്റെ ആര്. കാലിന് വിടറാ, നിനക്ക് കാലും മാറ്റി തിരിച്ചറിയില്ലയോ? ഇതാ പാത്രങ്ങൾ റെഡി. ആ ഇത് എന്നതാ ചെയ്യുന്നേ? നീ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു. അത് ശരി. എടി കൊച്ചേ, തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരാണെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കണം, വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം, നല്ല വിസ്തരിച്ചൊന്ന് കുളിക്കണം. കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയവന് നല്ല ചൂടുള്ളൊരു കാപ്പി അനത്തിയിട്ട് കൊടുക്കണം. മനസ്സിലായോ? നീ എവിടെ നന്നാവേ. ഇപ്പോഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായനെ തന്നെ നോക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ഈ ചായമാർക്ക് 4 വെടിമരുന്ന് പോലെ ചായ ഇട്ടുമ്പോ. ഇത് എന്നാത്തിനുള്ള പുറപ്പാടാന്നാ ചോദിച്ചേ? അതെ, വെള്ളം കോരാനുള്ള പുറപ്പാടാ. സഹായിക്കാനുള്ള മനസ്സിൽ ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാ. കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ള. അത് ഈ കിണറ്റിന്ന് കൊരാന്ന് വെച്ചെന്തേ? അത് പറ്റിയല്ല, ഞങ്ങളെ കിണറ്റിലെ വെള്ളം കോരി വെട്ടിച്ച പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യും? നീ എന്നായി പറയുന്നേ? അങ്ങനെയൊന്നും പറ്റിയല്ലേ കൊച്ചേ. നിർത്താനാ പറഞ്ഞേ. ചേട്ടാ ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ഇച്ചായന്റെ മുഖത്തേക്ക് ഇതുവരെ പെണ്ണ് സംസാരിച്ചിട്ടില്ല. ഒരാൾ സംസാരിച്ചിട്ടുണ്ടോ? ഒരാളും സംസാരിക്കില്ല. സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അത്ര തന്നെ. എടാ അന്നപ്പാ, ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ. ഇവിടെ ചെവി കണ്ടോ? എന്നതാ? ആന ചെവി പോലെ ഇല്ലയോ? അതെ, ദേഷ്യം വന്നപ്പോ ഒന്നുകൂടെ അങ്ങ് വികസിച്ചു. ഇച്ചായോ, ഇവളുടെ പേര് ആനയെന്നല്ല ഇടണ്ടേ, ആനാന്ന് ഇടണായിരുന്നു. ആ മൂക്കും കൂടി താഴോട്ട് നീണ്ടാൽ കറക്റ്റ് ആയി. ആന. ഒത്തുപിട്ട് ചാൽത്താട്ടിക്കുമ്പോ അങ്ങോട്ട് വല്യമ്മച്ചി, വല്യമ്മച്ചി എഴുന്നേറ്റേ. ഒന്ന് പുറത്തേക്ക് വന്നേ. എന്നതാ? വല്യമ്മച്ചി ഒന്ന് പുറത്തേക്ക് വരാൻ. എഴുന്നേറ്റേ. ഒരു കാര്യം. കുത്തികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ, കയറ് മുറുകട്ടെ, വെള്ളം നിറയട്ടെ. കുത്തികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ, കയറ് മുറുകട്ടെ, വെള്ളം നിറയട്ടെ. മറുക അതാനെ മറുക മറുക മറുക. ആ വല്യമ്മച്ചേ, വെള്ളം കോരും തോറും ഉറ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളുടെയാ.
നമ്മൾ ഇത്രയും അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കുന്നൊന്നും ഒരു തെറ്റല്ലല്ലോ. ഞാൻ എന്റെ പടിക്ക് പോട്ടെ നീ അവിടെ കൊണ്ടുപോയി. അവിടെ കാണിച്ചതാ. ഒരു മണ്ണാങ്കട്ടിയും ഒന്ന് വേഗം നനയ്ക്ക് മേരി. എന്റെ പടിക്ക് പോട്ടെ നീ ഒതുങ്ങി നിക്കട്ടെ ചേട്ടാ. 1 രൂപ ഇവിടെ നടക്കണം അപ്പുറം നടക്കടാ. 1 രൂപ തര നീ ഒതുങ്ങി നില്ല് മാമ. തനിക്ക് നക്കിട്ട് ചാണി നീ തനിക്ക് നക്കിൻ ചാണ. 1 രൂപ ഒരു നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. ഈ വെള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷി ചെയ്യായിരുന്നു. അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത്? നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം, ഇത്ര പൊന്നു വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഏതായി ഒരുത്തൻ? ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ഒരുത്തനെ ഇവിടെ വരണ്ട. എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് 20 നിനക്ക് അറിയാവോ? ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ. 50 കൊല്ലത്തേക്ക് വല്യമ്മച്ചി ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചാവ് നീയാണോ നിശ്ചയിക്കുന്നേ? ആനയോ? അതാരാ? അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യമ്മച്ചി. ദേ, എന്തിനാണ് നോക്കി? അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും. എനിക്ക് വയ്യ, വല്യമ്മച്ചി എന്ന് നോക്ക്. ദേ, അവൻ വല്ലതും പറയും, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. നീ അങ്ങോട്ട് ചെല്ല്. എനിക്ക് അയാൾ കാണുന്നത് വെറുപ്പാ. എന്തോ ചെയ്യും ഓരോ പുലിവാലും. യവനെ ഞാൻ. എന്താ കുഞ്ഞെ, വിളിച്ചോ? ആ കൊച്ചുമോൾ എവിടെ? വഴക്കാളി ആന കൊച്ച്. എന്നാത്തിനാ? ഞങ്ങളുടെ കിണറ്റില് വെള്ളം പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇനി വാ, ഇനി വാ വല്യമ്മച്ചി. ആണ്ട നോക്ക്, പറ്റിയോ നോക്ക്. കാലത്തിലും കൂടുതലില്ലേ വെള്ളം? നേരാ, എന്തോരം വെള്ളം. കൂടുതലോ കുറവെന്നുള്ളതല്ല, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ വെള്ളം എന്താണ്ട് അതുപോലെ ഇരിക്കുന്നു, കോരി മൂക്കറ്റം കൂടി. അവിടെ ഒരു വെള്ളവും കിണരും. ബാക്കിയുള്ളവരാരും വെള്ളവും കിണറും കണ്ടിട്ടില്ലാത്ത പോലെ. ഇതിപ്പോ കൊണ്ട് അകത്ത് പോയി, കാലത്ത് ചോദിക്കുമ്പോ തരണം. ഇത് കണ്ടോ വല്യമ്മച്ചി? പാത്രങ്ങൾ അപ്പടി ചളുങ്ങിപ്പോയി. ഇതിന് എണ്ണത്തിന് കൊള്ളാം. അപ്പൊ വേണ്ടായോ? നവനെ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാവല്ലോ. இந்தாங்க இளநீ. இளநியா? எங்க? இதுவா? நீ சாப்பிட்ட? வேண்டாங்க, முதல்ல நீ சொன்னா சாப்பிடு. கேளுங்க. நான் கொடுத்த நீ சாப்பிட மாட்டியா? அப்படி இல்ல. சாப்பிடு சாப்பிடு சாப்பிடு. மாமா, இளநீ கீழே கீழே விழுந்தாச்சு. இப்படியே விழுந்தாச்சா? இப்படி நீ எதுக்கு இப்போ இங்க வந்த? அவங்கள ஒண்ணும் பண்ண முடியாது மாமா. அவங்க அந்த வீட்டுல இருந்து தண்ணி எடுத்துக்கிட்டு வந்து அங்க ஊத்துறாங்க. அப்படியா? ஆமா. தண்ணி ஊத்திட்டு அவங்க என்ன பண்ண போறேன்? நான் சொல்லலையா மாமா, அவங்க அங்க வாழ வச்சிருக்கேன். ஆமா ஆமா ஆமா. சரி, தண்ணி ஊத்தட்டும், வாழை வளரட்டும். அப்புறம் என்ன பண்ணணும்னு நான் சொல்றேன். நான் விட மாட்டேன்றா. நானும் விட மாட்டேன். இளநீ நல்லா இருக்கு.